ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് കടന്നുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അത് നിങ്ങളുടെ എക്സ് ആകട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആകട്ടെ, വൈഫ് ആകട്ടെ, ഫ്രണ്ട് ആകട്ടെ, ലവർ ആകട്ടെ, അവർ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അഥവാ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. സൈക്കോളജിക്കലായിട്ടുള്ള ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അവർക്ക് മിസ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ സാവകാശം നിങ്ങൾ അവർക്ക് കൊടുക്കുക. സാവകാശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ നിരന്തരമായി ഫോൺ കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജുകൾ അയക്കാതിരിക്കുക. എന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കി പോയത് എന്ന് ചോദിച്ച് അവരെ വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് തിരിച്ചു വരാനായിട്ട് നിങ്ങൾ യാചിക്കാതിരിക്കുക. നിങ്ങൾ അവരെ നിരന്തരമായി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ഒഴിവാക്കി പോകാനും ഉള്ള സാധ്യതയുണ്ട്. ഇനി സൈക്കോളജിക്കൽ ടിപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ മണിക്കൂറുകളോളം അവരോട് സംസാരിച്ച് ഇരിക്കാതെ അവർ ചോദിക്കുന്ന കാര്യത്തിനുള്ള ഉത്തരം മാത്രം കൊടുത്തിട്ട് നിങ്ങൾ അവരോട് തിരക്ക് അഭിനയിക്കുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റ് ജോലികൾ ഒന്നും തന്നെ ചെയ്യാനില്ലെങ്കിൽ പോലും അവരോട് പറയുക, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ കോള് വയ്ക്കുകയാണ്, പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിച്ച് ആ കോള് അവസാനിപ്പിക്കുക. കൂടുതൽ ദൈർഘ്യം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചെന്നിരിക്കും. അങ്ങനെ നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകാനുള്ള സാധ്യത അവിടെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ മിനിമമായിട്ട് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുക. അവരെ അങ്ങോട്ട് വീണ്ടും വിളിക്കാതെ ഇരിക്കുക. അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ബിഹേവ് ചെയ്യുക, സംസാരിക്കുക. സൈക്കോളജിക്കൽ ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവർക്ക് ഇങ്ങനെ സൈക്കോളജിക്കലി സൈലന്റ് ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അവരില്ലാതെയും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്, നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് തോന്നാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോയി നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല ഫണ്ണൊക്കെ, നല്ല തമാശയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അവർ കാണുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളുടെ ആ ഫോട്ടോസിനൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത സൈക്കോളജിക്കൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും പോയിട്ട് അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിച്ചു എന്ന് വയ്ക്കുക. നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ധൈര്യമായി നോ എന്ന് പറയുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല എന്ന് കരുതില്ലേ? അങ്ങനെയല്ല. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറായിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നോ പറയുമ്പോൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് തീർച്ചയായും നിങ്ങൾ അവരോട്
നോ പറഞ്ഞേ മതിയാവൂ. അടുത്ത സൈക്കോളജിക്കൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയപ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ ലോ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ സെൽഫ് ലവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്യുക. ഏറ്റവും അവസാനത്തെ സൈക്കോളജിക്കൽ ടിപ്പ് പറയാം. ഇതിൽ മുൻപ് പറഞ്ഞ സൈക്കോളജിക്കൽ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് അവർ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വന്നു എന്ന് തന്നെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് അവർ നിങ്ങളെ സാധാരണ പോലെ വിളിച്ചു തുടങ്ങി, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്തു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അവരുടെ ഫോൺ കോൾ വരുന്ന സമയത്ത് ഉടനെ തന്നെ ആ ഫോൺ കോൾ ആൻസർ ചെയ്യുന്നതിന് പകരം കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അതായത് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക. തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാതെ 5-10 മിനിറ്റ് സംസാരിച്ച ശേഷം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ജോലികൾ ചിലത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ പേരും ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ പറ്റിയും സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി, അതായത് നിങ്ങളുടെ ഗോൾസിനെ പറ്റി സംസാരിക്കുക, ലക്ഷ്യത്തെ പറ്റി സംസാരിക്കുക. അതായത് നിങ്ങൾ ഭാവിയിൽ തുടങ്ങാനിരിക്കുന്ന ബിസിനസിനെ കുറിച്ച്, ആ ബിസിനസിന്റെ പ്ലാനിംഗ് സ്റ്റേജിലാണ്, അതിനുവേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി, അതിന് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പല സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ഭാവിയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അല്ലാതെ അവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി, പാസ്റ്റിനെ പറ്റി സംസാരിക്കാതിരിക്കുക. നിങ്ങൾ അവരെ മിസ് ചെയ്തിരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുക. അവർ നിങ്ങളെ വിളിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമായിരുന്നു എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയതിന് അവരോട് ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം 5-10 മിനിറ്റ് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഇതുപോലത്തെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാതെ അത് വളരെ കാലം നിലനിൽക്കുവാനായിട്ട് ഈ ടിപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, കൃത്യമായി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായും അവർ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.